morning. Appo namukku innu pongal alle. Pongal special aayittu oru recipe vende. Pongalum magaravilakkum ellamayitte namukkoru valare easy aayittulla recipe aanu. Idoru pongal thanneyanu ട്ടോ. Rava Pongal aanu. പക്ഷേ നമുക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിംഗ് സ്നാക്ക് ആയിട്ടും പൊങ്കലിന് വേണമെങ്കിൽ പൊങ്കലായിട്ടും ഉണ്ടാക്കാം. പൊങ്കലിന് വേണമെങ്കിൽ പൊങ്കലായിട്ടും എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ട്രഡീഷണൽ പൊങ്കൽ റെസിപ്പി അല്ല ഇത്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പൊങ്കലിന് വേണമെങ്കിൽ പൊങ്കലായിട്ടും ഉണ്ടാക്കാം എന്ന് പറഞ്ഞത്. പൊങ്കൽ തന്നെയാണ് റെസിപ്പി, പക്ഷെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ റവ പൊങ്കൽ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് കാഷ്യൂനട്ടും റൈസിൻസും നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ പച്ചമുളക് ആണെങ്കിൽ 2 എടുക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റവ എടുക്കുമ്പോൾ റോസ്റ്റഡ് റവയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റോസ്റ്റഡ് റവ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല നമ്മുടെ പൊങ്കല്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് കഴുകിയതിന് ശേഷം കുക്കറിൽ വേവിക്കാൻ വെക്കാം. അതിൽ ചേർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തിട്ട് പരിപ്പിന്റെ കളർ മാറിപ്പോവാതെ ഒരു 1 മിനിറ്റ് ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം കേട്ടോ. 1 മിനിറ്റിൽ കൂടുതൽ വറുക്കണ്ട, 1 മിനിറ്റ് മതി. ചെറുതായിട്ടൊന്ന് ആ നെയ്യും പരിപ്പും ഒന്ന് മിക്സ് ആയി കിട്ടണം, അത്രയേ ഉള്ളൂ. പായസത്തിനൊക്കെ വറുക്കുന്ന പോലെ കളർ മാറിപ്പോകുന്ന രീതിയിലൊന്നും വറുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ഞാനൊന്ന് ഇളക്കി ഒന്ന് വറുത്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ 1 മിനിറ്റ് ആയിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരിപ്പ് ഇത് കണ്ടോ വിട്ട് വന്ന പാകത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കൊരു 1/4 ടീസ്പൂണിൽ താഴെ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പിന് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പരിപ്പ് ഒന്ന് കുക്കായി വരാൻ ഒരു 4 വിസില്, 3-4 വിസില്, നമ്മുടെ കയ്യിലുള്ള കുക്കറിന്റെ വലിപ്പം അനുസരിച്ച്. വലിയ കുക്കറാണെങ്കിൽ 5-6 വിസിലൊക്കെ വേണ്ടി വരും ഇതൊന്ന് കുക്കായി കിട്ടാൻ. ചെറിയ കുക്കറാണെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഈ കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു 4 വിസിലില് കുക്കായി കിട്ടും. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കർ പ്രഷറൊക്കെ പോയി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചെയ്യണം എന്നില്ല കേട്ടോ. ഈ ഒരു സ്റ്റേജ് ഞാൻ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ കുറച്ച് റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് മാത്രം സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഈ കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ആദ്യമേ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പാനിൽ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കാഷ്യൂനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇപ്പോഴല്ല ചേർക്കേണ്ടത്, അത് പിന്നീടാണ്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഗാർണിഷ് ചെയ്തിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. കാഷ്യൂനട്ട് ഒന്ന് ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് റൈസിൻസും കൂടി ഇട്ട് കൊടുക്കാം. റൈസിൻസ് ഒന്ന് വീർത്ത് വരുമ്പോൾ കാഷ്യൂനട്ടിന്റെ കളറും കറക്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ചൂടുവെള്ളമാണ്. എന്താന്ന് വെച്ചാൽ നമുക്ക് ചൂടുവെള്ളം ചേർത്താലാണ് പെർഫെക്റ്റ് ആവുക റവയൊക്കെ കുക്കായി വരാൻ. നിങ്ങൾക്ക് കുഴഞ്ഞിരിക്കുന്ന പൊങ്കലാണ് ആവശ്യമെങ്കിൽ 1.25 കപ്പ് ചൂടുവെള്ളം ചേർക്കുക. അധികം കുഴയാത്ത രീതിയിലുള്ള പൊങ്കലാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ 1 കപ്പ് ചൂടുവെള്ളം ചേർക്കുക. ഈ ഒരു പൊങ്കൽ നമുക്ക് പൊങ്കൽ സമയത്ത് മാത്രമല്ല അല്ലാത്ത സമയത്തും വൈകിട്ട് സ്നാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ട് സ്നാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റൈസിൻസ് ഒക്കെ വീർത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂനട്ടും കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇത് കംപ്ലീറ്റ് നെയ്യിൽ തന്നെ ചെയ്യണം എന്നില്ല കേട്ടോ. ഇതിലേക്ക് കൂടുതലായിട്ട് വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ടും ചെയ്യാം. ഞാനിപ്പോൾ കംപ്ലീറ്റ് നെയ്യിൽ തന്നെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ചുകൂടി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്
ഒരു 1/2 ടീസ്പൂൺ കടുക്. കടുക് ഒന്ന് പൊട്ടി വരണം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം, ക്യുമിൻ സീഡ്സ്, അതും കൂടി ഒന്ന് പൊട്ടി വരട്ടെ. ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ ജീരകം ചേർക്കാനായിട്ട്. ആ ജീരകത്തിൻ്റെ ഫ്ലേവർ നമുക്ക് അത്യാവശ്യമാണ്, അതുകൊണ്ട് ജീരകം ചേർത്തേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 2 വറ്റൽമുളക് ചെറിയ പീസുകളാക്കിയിട്ട് ചേർക്കുന്നുണ്ട്. വറ്റൽമുളക് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും അതുപോലെ തന്നെ റൈസിൻസും ചേർത്ത് കൊടുക്കാം. ഇനി ഈ കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ വെള്ളം റെഡിയാക്കി വെക്കുക. ഉടനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ. ഇനി നമ്മുടെ കുക്കിംഗ് ഫാസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ റൈസിൻസൊക്കെ വീർത്ത് വന്നു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയത് റോസ്റ്റഡ് റവയാണെങ്കിൽ ആ റവ ചേർത്ത് കൊടുക്കുക. റവ ചേർത്തിട്ട് ഒരു 1/2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ റോസ്റ്റഡ് റവ ആയതുകൊണ്ടാണ് 1/2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞത്. ഒരുപാട് സമയം ഇളക്കി കൊടുക്കണ്ട. ഇതെല്ലാം ചെറിയ ബർണറിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. ഹൈ ഫ്ലെയിമിലാണ് ചെറിയ ബർണറിൽ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്. ഇനി നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരിപ്പ് നമ്മൾ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്ത് വെച്ചല്ലോ, ആ പരിപ്പിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ റവ കട്ടിയായി പോകും. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ചേർക്കണം. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം, കുഴഞ്ഞ പൊങ്കൽ വേണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് വെള്ളം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പൊങ്കലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ, റവയ്ക്കുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. റവയ്ക്ക് മാത്രം ആവശ്യമായ ഉപ്പ് മതി. നമ്മുടെ പരിപ്പിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ. നമ്മുടെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് വേണം 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ കട്ട ഉടച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ ഞാനിത് അടച്ചു വെക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. നമുക്കൊന്ന് തുറക്കാം. ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഇനി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കാതിരുന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിലും കുഴഞ്ഞ പാകത്തിൽ വേണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ 1.25 കപ്പ് വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ റവ പൊങ്കലിൻ്റെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുതേ. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ പൊങ്കൽ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ബൗളിൻ്റെ അടിഭാഗത്ത്, അതായത് ഞാനിപ്പോൾ ഈ ഒരു ബൗളിലാണ് പൊങ്കൽ സെറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് ഞാനിപ്പോൾ കാഷ്യൂനട്ട് റൈസിൻസൊക്കെ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ കാഷ്യൂനട്ട് റൈസിൻസൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പൊങ്കൽ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് പൊങ്കൽ സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനിത് സെറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പൊങ്കൽ ഇതാ സെറ്റ് ചെയ്ത് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ ഒരു പൊങ്കൽ ഇപ്പോൾ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വൈകിട്ട് സ്നാക്കായിട്ട് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഉണ്ടാക്കി കഴിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇത്
കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എരിവുള്ള റെസിപ്പിയൊന്നല്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയുമാണ്. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ നെയ്യ് എത്രയും ഉപയോഗിക്കണം എന്നില്ല. നെയ്യും വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ, വെജിറ്റബിൾ ഓയിലായിരിക്കും കൂടുതൽ നല്ലത്. രണ്ടും ഈക്വൽ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഈ പൊങ്കൽ നമുക്ക് പഞ്ചസാര ചേർത്തും കഴിക്കാം. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല കട്ടി തേങ്ങാ ചട്നി ഇല്ലേ, ആ കട്ടി തേങ്ങാ ചട്നിയുടെ കൂടെ ചേർത്ത് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വലിയ ആളുകളാണ് കഴിക്കുന്നതെങ്കിൽ കട്ടി തേങ്ങാ ചട്നിയുടെ കൂടെ ചേർത്ത് കഴിക്കുക. കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.